ഈ സ്വീകരണ പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി സഖാവ് ഇരുമ്പൻ സൈദലവി, സ്വാഗതം പറഞ്ഞ പ്രിയപ്പെട്ട സലീം, വേദിയിലിരിക്കുന്ന എന്നോടൊപ്പം ഈ ജാഥയിൽ പങ്കെടുക്കുന്ന പ്രിയങ്കരനായ ക്യാപ്റ്റൻ സഖാവ് കെ ഷാനവാസ് ഖാൻ, മാനേജർ കെ പി ഗോപകുമാർ, വൈസ് ക്യാപ്റ്റന്മാരായ സഖാവ് കെ മുകുന്ദൻ, സഖാവ് എം എസ് വേദകുമാരി, മാനേജർ ജാഥാംഗങ്ങളായ പി എസ് സന്തോഷ് കുമാർ, നരേഷ് കുമാർ കുന്നിയൂർ, വി സി ജയപ്രകാശ്, പ്രിയങ്കരായ സെക്രട്ടറി ഉമ്മർമാർ സഖാവ് ഗ്രേഷ്യസ് നാരായണ കുഞ്ഞിക്കന്തോത്ത്, സഖാവ് ഹരീന്ദ്രനാഥ്, സഖാവ് രാകേഷ് മോഹൻ ഉൾപ്പെടെ പ്രിയങ്കരായ സുഹൃത്തുക്കളെ, സഖാക്കളെ, നവംബർ 1-ാം തീയതി കാസർഗോഡ് നിന്ന് ആരംഭിച്ച കാൽനട പ്രചരണ ജാഥയാണ് ഇന്ന് മലപ്പുറത്ത് എത്തിച്ചേർന്നത്. കഴിഞ്ഞ 8 ദിവസമായി സിവിൽ സർവീസ് രംഗത്ത് നടന്ന ചലനങ്ങളെ സംബന്ധിച്ച്, ജാഥ ആരംഭിച്ചത് മുതലുണ്ടായ വിഷയങ്ങളെ സംബന്ധിച്ചെല്ലാം ദീർഘമായി ഞാൻ സംസാരിക്കുന്നില്ല, നിങ്ങളെല്ലാം നേരിട്ട് അറിഞ്ഞിട്ടുള്ളതാണ്. ധാരാളം വിഷയങ്ങൾ ഈ ജാഥയുമായി ഞങ്ങൾ ബന്ധപ്പെട്ട് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അത് ഒരിക്കലും ഈ സർക്കാർ സംവിധാനത്തിനെതിരെയുള്ള ഒരു പ്രചരണമായി ആരും ധരിക്കേണ്ട. ജാഥ ആരംഭിച്ച് 3-4 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ സർക്കാരിനെതിരാണ് ഈ ജോയിന്റ് കൗൺസിൽ നടത്തുന്ന ജാഥ എന്ന് ബോധപൂർവം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ചില കക്ഷികൾ ചില ശ്രമങ്ങൾ നടത്തി വരികയായിരുന്നു. അതിലെല്ലാവർക്കും പങ്കുണ്ട്, പത്രമാധ്യമങ്ങൾക്ക് പങ്കുണ്ട്, നമ്മുടെ ചില പ്രസ്ഥാനങ്ങൾക്കെല്ലാം പങ്കുണ്ട്. ഞങ്ങൾ ഇടതുപക്ഷ ആശയവുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങൾ, ചില സന്ദേഹങ്ങൾ എല്ലാം സമൂഹത്തിനോട് ഉന്നയിക്കുകയും സർക്കാരിനോട് തിരുത്തണമെന്ന് ആവശ്യപ്പെടാനാണ് ഈ ജാഥ നടത്തുന്നത്. അതോടൊപ്പം തന്നെ സിവിൽ സർവീസ് എന്തിന് സംരക്ഷിക്കപ്പെടണം എന്നത് വളരെ വ്യക്തമായി ഈ ജാഥയിലൂടെ ഞങ്ങൾ പറയുന്നു. കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി സർക്കാരും കേരളത്തിലെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമായ ഒരു ആശയം നമ്മുടെ എല്ലാം മനസ്സിനകത്തുണ്ട്. അത് മറ്റൊന്നുമല്ല, ലോകത്തിൽ തന്നെ ഏറ്റവും മാതൃകാപരമായ ഭരണനിർവഹണം നടത്തുന്ന ഒരു സംവിധാനമാണ് കേരളത്തിലെ ഇന്നത്തെ ഇടതുപക്ഷ മുന്നണി സർക്കാർ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. കഴിഞ്ഞ നവംബർ 1-ാം തീയതി മുതൽ 7-ാം തീയതി വരെ തിരുവനന്തപുരത്ത്, കേരളത്തിന്റെ തലസ്ഥാനം തിരുവനന്തപുരത്ത് നടന്ന കേരളീയം എന്ന പരിപാടി അത് അടയാളപ്പെടുത്തുന്നുമുണ്ട്. നമ്മൾ ഓരോ രംഗത്തും കൈവരിച്ച നേട്ടങ്ങളെ സംബന്ധിച്ച് വളരെ കൃത്യമായി ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുവാൻ കേരളീയം എന്ന് പറഞ്ഞ പ്രോഗ്രാമിലൂടെ കഴിഞ്ഞു. ഈ നവംബർ 14-ാം തീയതി മുതൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും നമ്മുടെ മന്ത്രിമാർ നേരിട്ട് വന്നു പൊതുജനങ്ങളെ നേരിട്ട് കണ്ടുകൊണ്ട് കേരളം ഇന്നുവരെ നേടിയ നേട്ടങ്ങളെ സംബന്ധിച്ച് വളരെ വിശദമായ ഒരു രേഖ അവതരിപ്പിച്ചുകൊണ്ട് ജനങ്ങളുടെ പ്രശ്നം കേട്ടുകൊണ്ട് മുന്നോട്ട് പോകാനും തീരുമാനിച്ചിട്ടുണ്ട്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പത്രമാധ്യമങ്ങളിൽ ചില സമയങ്ങളിലൊക്കെ കാണുന്ന വാർത്തകൾക്കപ്പുറത്തേക്ക് ഇന്ത്യക്ക് തന്നെ, ലോകത്തിൽ തന്നെ ഒരു മാതൃകാപരമായ ഭരണനിർവഹണം നടത്തുന്ന സംസ്ഥാനമാണ് എന്നുള്ള കാര്യത്തിൽ അത് സംശയമില്ല. ഏത് കണക്കെടുപ്പ് നടത്തിയാലും അതിലെല്ലാം 1-ാം സ്ഥാനം ഇപ്പോൾ കേരളത്തിനാണ്. അത് ഇന്ത്യക്കകത്ത് മാത്രമല്ല, ഇന്ത്യക്ക് വെളിയിലുള്ള ഏജൻസികൾ, ഇന്റർനാഷണൽ ഏജൻസികൾ നടത്തുന്ന, രാജ്യാന്തര ഏജൻസികൾ നടത്തുന്ന സർവേ റിപ്പോർട്ടിനകത്തും ഇന്ത്യ എല്ലാത്തിലും കേരളം എല്ലാത്തിലും 1-ാം സ്ഥാനമാണ്. അത് ശൈശവ വിഭാഗത്തിന്റെ കാര്യത്തിലായ തന്നെയും, ബാലവേലയുടെ കാര്യത്തിലായ തന്നെയും, ആയുർദൈർഘ്യത്തിന്റെ കാര്യത്തിലായ തന്നെയും, സാക്ഷരതയുടെ കാര്യത്തിലായാലും എല്ലാ ഏത് കണക്കെടുപ്പ് നടത്തിയാലും ഇന്ത്യക്ക് മാതൃകയായ ഒരു ഭരണനിർവഹണം നടത്തുന്ന സംസ്ഥാനമാണ് കേരളം. അതേസമയം ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളുടെ ഗതി നമ്മളൊന്ന് പഠിക്കണം. ദാരിദ്ര്യത്തിന്റെ, വിശപ്പിന്റെ ഏറ്റവും കൂടുതൽ കണക്ക് 117 പേരുടെ കണക്കെടുത്തപ്പോൾ ഇന്ത്യ ഈ അവസാനത്തെ കണക്കെടുപ്പിൽ 111ആയി. കഴിഞ്ഞ വർഷം 108 ആയിരുന്നു. അതുകൊണ്ട് ഓരോ വർഷം കഴിയുന്നവരും അതിന്റെ കണക്കെടുപ്പിൽ നമ്മൾ താഴോട്ട് പോവുകയാണ് ഇന്ത്യയിൽ ആകെയുള്ള വിശപ്പിന്റെ കണക്ക്. പക്ഷേ ഇന്ത്യയിൽ കേരളത്തിന്റെ കണക്കാണെങ്കിൽ 0.7 മാത്രം, 0.7. തൊട്ടപ്പുറത്ത് തമിഴ്നാട്ടിലുണ്ട് 4.8, തൊട്ടപ്പുറത്ത് കർണാടകയിലുണ്ട് 7.8. വലിയ വീരവാദം പറയുന്ന നമ്മുടെ പ്രിയങ്കരനായ പ്രധാനമന്ത്രിയുടെ സംസ്ഥാനമായ ഗുജറാത്തിലുണ്ട് 18.2. 100-ൽ 18 പേരും അവിടെ ദാരിദ്ര്യം അനുഭവിക്കുന്നു. ബീഹാറിൽ
100-ൽ 55 പേരും ദാരിദ്ര്യം അനുഭവിക്കുന്നു. ആ സമയത്ത് കേരളത്തിൽ 100-ൽ 0.7. ആലോചിച്ചോണം, അത്രയധികം മെച്ചപ്പെട്ട ഒരു ഭരണനിർവഹണ സംവിധാനം നമ്മുടെ കേരളത്തിലുണ്ട്. അപ്പൊ ഈ ഭരണനിർവഹണ സംവിധാനം ഇന്നും ഇന്നലെയും ആരംഭിച്ച നയങ്ങളുടെ അടിസ്ഥാനത്തിലല്ല. ഒന്നാമത്തെ CPI ഗവൺമെന്റ്, EMS നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഗവൺമെന്റ് മുതൽ ഇടതുപക്ഷം ഉയർത്തിക്കൊണ്ടുവന്ന ആശയധാരയുടെ അടിസ്ഥാനത്തിൽ തുടർന്ന് വന്ന ഇടതുപക്ഷ സർക്കാരുകൾ തീരുമാനിച്ച നടപ്പിലാക്കിയ വികസന പദ്ധതി, ക്ഷേമ പദ്ധതികളാണ് ഈ രാജ്യത്തിൽ ഇന്ന് ഏറ്റവും ജനപ്രിയമായ ഒരു സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റിയത്. അവിടെയെല്ലാം സിവിൽ സർവീസിന്റേതായ പങ്കുണ്ടായിരുന്നു. ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും ശക്തമായ സിവിൽ സർവീസ് സംവിധാനമുള്ളത് കേരളത്തിലാണ്. നേരത്തെ പ്രിയങ്കരനായ സഖാവ് ഇരുമ്പൻ സൈതലവിയുടെ സൂചിപ്പിച്ചു, ഭൂപരിഷ്കരണ നിയമം ഇന്ത്യയിൽ ഒരേ ഒരു സംസ്ഥാനത്താണ് ശക്തമായ ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കിയത്. 1957 ഗവൺമെന്റ് കുടിയൊഴിപ്പിക്കൽ നിയമം അവസാനിപ്പിച്ചപ്പോൾ സഖാവ് CH മേനോൻ കുറച്ചുകൂടി പ്രായോഗികതയോടുകൂടി ഭൂപരിഷ്കരണം കൃത്യമായി നടപ്പിലാക്കി. ഭൂരഹിതരായ കർഷകർക്ക്, കുടിയാന്മാർക്ക് എല്ലാം ഭൂമി സ്വന്തമായി ഉണ്ടാകത്തക്ക രീതിയിൽ അവർക്ക് അവകാശ രേഖകൾ നൽകി. ആ പ്രവർത്തനം ഇന്നും സഖാവ് K രാജൻ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്ത് ഭൂപരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ജമ്മി വ്യവസ്ഥ ഇല്ലാതാക്കിയ ഏക സംസ്ഥാനം ജമ്മു കാശ്മീരിൽ നടപ്പിലാക്കാൻ ശ്രമിച്ചു. കുറെയൊക്കെ വിജയിച്ചു. ജമ്മു കാശ്മീരിൽ ഏക സംസ്ഥാനം കേരളമാണ്. ഇവിടെയെല്ലാം സർക്കാരിന് നട്ടെല്ലായി പ്രവർത്തിച്ചത് സിവിൽ സർവീസാണ്. അവിടെ സിവിൽ സർവീസ്, അങ്ങനെ ഒരു സിവിൽ സർവീസ് വേണം എന്ന് ആഗ്രഹിച്ച് അതിന് രൂപം നൽകിയത് മറ്റാരുമല്ല, പ്രിയങ്കരനായ സഖാവ് CH മേനോനാണ്. 1970 മുതൽ 77 വരെ നമ്മുടെ സംസ്ഥാനം ഭരിച്ചിരുന്ന മുഖ്യമന്ത്രിയായിരുന്ന പ്രിയപ്പെട്ട സഖാവ് CH മേനോൻ നടപ്പിലാക്കിയ നിരവധിയായ ഗ്രാമീണ തലത്തിലേക്ക്, പഞ്ചായത്ത് തലത്തിലേക്ക് ഭരണനിർവഹണത്തെ ശക്തമായി ഉറപ്പിച്ചു നിർത്തിയത് അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടത്തിലാണ്. കൃഷിഭവനുകൾ ആരംഭിച്ചത്, കൂടുതൽ ഭൂപരിഷ്കരണ ഓഫീസുകൾ ആരംഭിച്ചത്. ഇപ്പോഴും ഉണ്ടല്ലോ തിരൂരങ്ങാടിയിൽ, അല്ല പരപ്പനങ്ങാടിയിൽ ലാൻഡ് ട്രിബ്യൂണൽ ഓഫീസ്, ഇവിടെയുണ്ട് ലാൻഡ് ട്രിബ്യൂണൽ ഓഫീസ് ഉണ്ട്. ആ ലാൻഡ് ട്രിബ്യൂണൽ കുടികിടപ്പുകാർക്ക് കുടികൾ പട്ടയം നൽകുന്നതിന് വേണ്ടിയുള്ള വളരെ ഉദാത്തമായ മാർഗം, ചെറിയ ഒരു വിഷയമല്ല. അങ്ങനെ ഭൂപരിഷ്കരണ നിയമം ഉൾപ്പെടെയുള്ള ഏറ്റവും സാമൂഹ്യമായി വലിയ മാറ്റം, വിപ്ലവം സൃഷ്ടിക്കുന്ന മാറ്റങ്ങൾ നടപ്പിലാക്കുവാൻ സഖാവ് CH മേനോനെയും തുടർന്നുള്ള ഗവൺമെന്റുകളെയും സഹായിച്ചത് ഇവിടുത്തെ നിഷ്പക്ഷമായ സിവിൽ സർവീസ് സമൂഹമാണ്, സർക്കാർ ജീവനക്കാരാണ്. അത് നമ്മൾ തിരിച്ചറിയണം. ഇവിടെയാണ് ഈ സംരക്ഷണ ജാഥ ഉന്നയിക്കുന്ന ഏറ്റവും മൗലികമായ വിഷയം മുന്നോട്ട് വരുന്നത്. കേരളത്തിൽ സിവിൽ സർവീസിന് ഒരു പ്രശ്നവുമില്ല, ഞങ്ങൾക്കറിയാം. കഴിഞ്ഞ 6 കൊല്ലത്തിനകത്ത് 40,000 തസ്തികകൾ പുതുതായി സൃഷ്ടിക്കപ്പെട്ടു. ഇന്നലെയും ഭൂപരിഷ്കരണ പൊന്നുവിലേക്ക് എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് 61 തസ്തികകൾ ഇന്നലെയും സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ 4-5 മാസം മുമ്പാണ് സ്കൂളുകളിലെ വിദ്യാർത്ഥികളുടെ എണ്ണം വർദ്ധിച്ചതനുസരിച്ച് 6000 അധ്യാപക തസ്തികകൾ വർദ്ധിപ്പിക്കപ്പെട്ടത്. 40,000-ൽ പരം തസ്തികകൾ കഴിഞ്ഞ ഒരു 6 വർഷത്തിനകത്ത് കേരളത്തിൽ കൂടി. 2 ലക്ഷത്തിൽ ചില്ലുവാനം തസ്തികകൾ നിയമനം നടന്നു. അത് ചെറിയ കാര്യമല്ല. കേരളത്തിൽ മാത്രമാണ് സത്യത്തിൽ അങ്ങനെ സിവിൽ സർവീസ് വെട്ടിച്ചുരുക്കപ്പെടാതെ മുന്നോട്ട് പോകുന്നത്. ഇന്ത്യയിലാകെയുള്ള സ്ഥിതി ഇതല്ല. ഇന്ത്യയിൽ ആകെയുള്ള സ്ഥിതി വളരെ വ്യത്യസ്തമാണ്. തസ്തികകൾ വെട്ടിക്കുറയ്ക്കുന്നുവെന്ന് മാത്രമല്ല, 22 ലക്ഷം തസ്തികകൾ ഒഴിഞ്ഞുകിടക്കുന്നുവെന്ന് മാത്രമല്ല, പല സംവിധാനങ്ങളും കരാർവൽക്കരിക്കുകയും കച്ചവടവൽക്കരിക്കപ്പെടുകയും ചെയ്തു കഴിഞ്ഞു. ആരോഗ്യ സംവിധാനങ്ങൾ പൂർണ്ണമായും സ്വകാര്യ മേഖലയ്ക്ക് വിട്ടുകൊടുത്തു. നമ്മുടെ റെയിൽവേ അറിയാമല്ലോ. ഇപ്പൊ പുതുതായി നമ്മളെല്ലാം കൊട്ടിഘോഷിച്ച് നമ്മളെല്ലാം ആഹ്ലാദത്തോടെ വരവേറ്റ വന്ദേ ഭാരതത്തിൽ ഒരു സ്ഥിരം ജീവനക്കാരനുമില്ല. സാധാരണ പാസഞ്ചർ ട്രെയിനുകൾ, സാധാരണക്കാർക്ക് യാത്രയാൻ കഴിയുന്ന പാസഞ്ചർ ട്രെയിനുകളെല്ലാം തന്നെ അത്യാഡംബരപൂർവ്വമായി ഇത്തരം ട്രെയിനുകളിലേക്ക് വഴിമാറുന്നു. സാധാരണക്കാർക്ക് സഞ്ചരിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് റെയിൽവേ സംവിധാനം മാറുന്നു. പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഒന്നൊന്നായി വിറ്റുതൊലയ്ക്കുന്നു. പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റുതൊലയ്ക്കുക എന്ന് പറഞ്ഞാൽ അതെല്ലാം സ്വകാര്യ മേഖലയ്ക്ക് നൽകുകയാണ്. അവിടെ ലാഭക്കൊതിയന്മാരായ സ്വകാര്യ മേഖലകൾ ജനങ്ങളെ പിഴിഞ്ഞുകൊണ്ട് അവരുടെ ലാഭം വർദ്ധിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. സർക്കാർ ഓഫീസുകളിൽ സ്ഥിരം ജീവനക്കാരില്ലാത്തതിന്റെ വലിയ അപകടം അവിടെ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഇവിടെ താനൂർ വില്ലേജ് ഓഫീസിൽ, പഞ്ചായത്ത് ഓഫീസിൽ ചെന്നാൽ അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്റെ ജാതിയും മതവും നമ്മളാരും ചോദിക്കില്ല. അവന്റെ രാഷ്ട്രീയം നമുക്കാർക്കും അറിഞ്ഞുകൂടാ. അവൻ അവിടെ ഒന്നുകിൽ പഞ്ചായത്ത് സെക്രട്ടറി,
അല്ലെങ്കിൽ പഞ്ചായത്ത് ക്ലർക്ക്, അല്ലെങ്കിൽ ആര് PHCയിലെ ഡോക്ടർ എന്നേ നമുക്കറിയാവൂ. പേര് കൊണ്ടുപോലും ഇപ്പോൾ ജാതിയും മതവും തിരിച്ചറിയാത്ത ഒരു പരിഷ്കൃതപരമായ സമൂഹമായി കേരളം മാറിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ അങ്ങനെയല്ല. ഗുജറാത്തിൽ ചെന്ന് നിങ്ങളൊരു സർപഞ്ച്, ഏതെങ്കിലും സർപഞ്ചിന്റെ ഓഫീസ്, ഗ്രാമമുഖ്യന്റെ ഓഫീസിലേക്ക് പോയാൽ അവർ ആദ്യം ചോദിക്കുന്നത് നിങ്ങളുടെ മതമായിരിക്കും. നിങ്ങൾ ആദ്യം ചിലപ്പോൾ അന്വേഷിക്കുന്നതും അവന്റെ ജാതിയും മതവുമായിരിക്കും, അവന്റെ രാഷ്ട്രീയമായിരിക്കും. മറ്റൊന്നും കൊണ്ടല്ല. കാരണം കേരളത്തിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ മുഖേന യോഗ്യതയ്ക്കനുസരിച്ച്, പരീക്ഷകൾക്കനുസരിച്ച്, അതിന്റെ മാർക്കിനനുസരിച്ച് ഏറ്റവും അതിന് യോഗ്യനായ ആൾ മാത്രമേ ഇവിടെ സർക്കാർ ജീവനക്കാരായി വരൂ. മറ്റ് സംസ്ഥാനങ്ങളിലെ സ്ഥിതി വളരെ വ്യത്യസ്തമാണ്. അവിടെ യോഗ്യതയല്ല പ്രശ്നം. അവിടെ യോഗ്യതയ്ക്ക് അപ്പുറത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ മറ്റ് ചില മാനദണ്ഡങ്ങളാണ്. അത് ജാതിയാകാം, മതമാകാം, രാഷ്ട്രീയമാകാം. അത്തരത്തിലുള്ള നിയമനങ്ങളാണ് നമ്മുടെ രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളിൽ നടക്കുന്നത്. ഇവിടെയാണ് ആ വ്യത്യാസം. സിവിൽ സർവീസ് എന്തുകൊണ്ട് സംരക്ഷിക്കപ്പെടണമെന്നുള്ളത്. അപ്പൊ നിങ്ങൾക്ക് വീണ്ടും സംശയം തോന്നുന്നു, ഇതെന്തിനാ കേരളത്തിൽ പറയുന്നത്? സഖാക്കൾ എന്ന്, അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന് കർണാടകയിൽ ജാഥ നടത്തിയ പോരായിരുന്നോ? അത് സ്വാഭാവികമായ ചോദ്യം നിങ്ങളുടെയൊക്കെ മനസ്സിനകത്ത് വരാം. പക്ഷെ അതല്ല പ്രശ്നം. ഞാൻ നേരത്തെ പറഞ്ഞു, കേരളത്തിലെ സിവിൽ സർവീസ് വളരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇടതുപക്ഷ മുന്നണി ഭരിക്കുന്ന കാലഘട്ടത്തിലെല്ലാം തന്നെ ഈ സിവിൽ സർവീസിനെ ശക്തിപ്പെടുത്താനുള്ള നയങ്ങളും നടപടികളുമാണ് ഗവൺമെന്റുകൾ സ്വീകരിച്ചു വരുന്നത്. പക്ഷേ വലതുപക്ഷത്തിന്റെ കാലത്ത് അങ്ങനെയല്ല. ഇവിടെ A.K. ആന്റണി ഭരിച്ചു, K. കരുണാകരൻ ഭരിച്ചു, ഉമ്മൻചാണ്ടി ഭരിച്ചു. നമ്മുടെ മുന്നിൽ പ്രത്യക്ഷമായി ചരിത്രത്തിൽ നിന്നും വളരെ അകലെയല്ല. ഓരോ കാലഘട്ടത്തിലും സിവിൽ സർവീസിനെ ഇല്ലാതാക്കാൻ വേണ്ടി ആ ഗവൺമെന്റുകൾ സ്വീകരിച്ച നടപടികളെ സംബന്ധിച്ച് എണ്ണി മണിക്കൂർ കണക്ക് പറയാനുണ്ട്. 2002 എങ്ങനെയായിരുന്നു? നമ്മൾ 32 ദിവസമാണ് പണിമുടക്കിയത്. ഇവിടെ ഇരിക്കുന്ന നമ്മുടെ കൊച്ചു സഹോദരിമാർക്കും സഹോദരന്മാർക്കും അതിനെ കുറിച്ച് ഓർമ്മയുണ്ടാവില്ല. ഞങ്ങൾക്ക് കുറെ പേർക്ക് ആ 32 ദിവസം സമരത്തിന്റെ, തീഷ്ണമായ സമരത്തിന്റെ ഓർമ്മകളുണ്ട്. നമ്മുടെ പലരും ഇത് സംസ്ഥാന സെക്രട്ടറി സഖാവ് സജീവ് 26-27 ദിവസം ജയിലിൽ കിടന്നു. പലരും, സുഗതകുമാരി ഉൾപ്പെടെ, ഞാൻ ഉൾപ്പെടെ എത്ര ദിവസം പോലീസ് സ്റ്റേഷനിൽ കാവലിക്കേണ്ടി വന്നിട്ടുണ്ട്. നമ്മൾ 32 ദിവസം പണിമുടക്കം നടത്തി. എന്തിനാ പണിമുടക്കം നടത്തിയത്? അന്ന് ഗവൺമെന്റ് തീരുമാനിച്ചത് എന്താണ്? A.K. ആന്റണി മുഖ്യമന്ത്രി, അദ്ദേഹം ഒരു ദിവസം പറയുകയാണ്, എനിക്ക് ഡൽഹിക്ക് പോകാൻ ഫ്ലൈറ്റിന് കൊടുക്കാൻ പൈസ ഇല്ല, അതുകൊണ്ട് ഇവിടുത്തെ സർക്കാർ ജീവനക്കാരുടെ എണ്ണം കുറയ്ക്കണം. എണ്ണം കുറയ്ക്കുക മാത്രമല്ല, ശമ്പളം 15-ാം തീയതി തരാം, ആദ്യത്തെ 2 വർഷം ബേസിക് പേ തരാം, ഇനി അടുത്ത വർഷം മുതൽ സർവീസ് കയറുന്നവർക്ക് പെൻഷൻ ഇല്ല. പങ്കാളിത്തവും പറഞ്ഞില്ല, പെൻഷനേ ഇല്ല. നമ്മൾ കൈയും കെട്ടി നോക്കിയിരുന്നില്ല. എല്ലാവരും ഒന്നിച്ചിറങ്ങി അതിശക്തമായ പണിമുടക്കം നടത്തി. ഗവൺമെന്റ് പിന്മാറി. വീണ്ടും 10 കൊല്ലം കഴിഞ്ഞു 2012. ഇന്നത്തെ നടക്കുന്ന സമരത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാരണം 2010 നമ്മൾ നടത്തിയ ആ ഇടപെടലാണ്. 2010 നമ്മൾ നടത്തിയ ഇടപെടൽ നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട്. 2012 നടത്തിയ ഇടപെടൽ, ഈ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് നടത്തിയ ഇടപെടൽ നമുക്ക് ഓർമ്മയുണ്ടോ? അന്നും UDF ഗവൺമെന്റ് ആയിരുന്നു. പെൻഷൻ ഇല്ലാതാക്കി, ജീവനക്കാരെ 2 തട്ടിലാക്കി. 2013 ഏപ്രിൽ 1 മുതൽ സർവീസിൽ പ്രവേശിക്കുന്നവരും അതിന് മുമ്പേ ഉള്ളവരും 2 തട്ടിലാക്കിക്കൊണ്ട് പുതിയ പെൻഷൻ സമ്പ്രദായം ഏർപ്പെടുത്തി. ഞാൻ പറഞ്ഞു വരുന്നത്, LDF-ഉം UDF-ഉം തമ്മിലുള്ള നയവ്യത്യാസം അതാണ്. എല്ലാ കാലഘട്ടത്തിലും UDF അധികാരത്തിൽ വരുമ്പോൾ ശമ്പളം കുറയ്ക്കുന്നതിനെ സംബന്ധിച്ചൊരു ചർച്ച ഉയർത്തിക്കൊണ്ടുവരും. ജീവനക്കാർക്ക് ശമ്പളവും പെൻഷനും നൽകുന്നത് കൊണ്ടാണ് ഖജനാവ് മുടിയുന്നത് എന്ന പ്രചരണങ്ങൾ നടത്തും. LDF അങ്ങനെ ഒരു കാലഘട്ടത്തിലും അങ്ങനെ പ്രഖ്യാപിച്ചിട്ടില്ല. കഴിഞ്ഞ സമ്മേളനത്തിലാണ് പ്രിയങ്കനായ മുഖ്യമന്ത്രി, ജോയിന്റ് റൂട്ട്സിന്റെ സമയത്ത് പ്രിയങ്കനായ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത്, ജീവനക്കാർക്ക് നൽകുന്ന വേതനവും അവരുടെ പെൻഷനും ഔദാര്യമല്ല, അത് അവരുടെ അവകാശമാണ് എന്ന് നമ്മുടെ പ്രിയങ്കനായ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. അതൊരു കാലഘട്ടമാണ്. ഇപ്പൊ പതുക്കെ ചില മാറ്റങ്ങൾ ചില സ്ഥലങ്ങളിൽ വരുന്നു. ഈ ഗവൺമെന്റിനോട് ഞങ്ങൾക്കുള്ള ഏറ്റവും വലിയ വിമർശനവും അത് തന്നെയാണ്. നാളിതുവരെ കേരളം നേടിയ നേട്ടങ്ങളെല്ലാം തമസ്കരിക്കുവാൻ UDF എന്താണോ ചെയ്തു വന്നത്, ആ നയം ഏതെങ്കിലും കാലഘട്ടത്തിൽ സൂചന പോലും പുറത്തുവിടരുത്. ഞങ്ങൾ അങ്ങനെ ആഗ്രഹിക്കുന്നു എന്നൊരു സൂചന പോലും പുറത്തുവിട്ടാൽ അത് കേരള മോഡലിനെ അപകടപ്പെടുത്തും. അതാണ് ഞങ്ങൾ പ്രിയങ്കനായ ധനകാര്യ വകുപ്പ് പല പ്രാവശ്യം പറഞ്ഞത്. എല്ലാ മാസവും ശമ്പളം കൊടുക്കുന്നതിന് 4-5 ദിവസം മുമ്പ് പത്രത്തിൽ, ഇപ്പോൾ വരുന്നതാണ്, UDF-ന്റെ കാലത്തുണ്ടായിരുന്ന വാർത്തകൾ പുനരാവിഷ്കരിക്കപ്പെടുന്ന പോലെ തോന്നാറുണ്ട്. 1500 കോടി രൂപ കടമെടുക്കുന്നു. കടമെടുക്കുന്നതോടൊപ്പം തന്നെ മറ്റു ചില വാർത്തകളും കൂടി ആ പത്രവാർത്തയുടെ അടികളിൽ വരും. 24,000 കോടി രൂപയാണ് കഴിഞ്ഞ ശമ്പള പരിഷ്കരണ കാലഘട്ടത്തിൽ അധികമായി ജീവനക്കാർക്ക് നൽകിയത് എന്ന് പറഞ്ഞ വാദഗതികളും കൂടെ വരും. നമ്മൾ എല്ലാ പ്രാവശ്യവും കൗണ്ടർ ചെയ്യാൻ പോകാറുണ്ട്. എങ്ങനെയാണ് 24,000 കോടി രൂപ ചിലവായത്? എങ്ങനെ 24,000 കോടി രൂപ അധികമായി?
24,000 കോടി രൂപ എങ്ങനെയാണ് അധികമായി ചെലവഴിക്കപ്പെട്ടത്? ആ 24,000 കോടി രൂപയുടെ കണക്കുകൾ ഉൾപ്പെടെ നമ്മൾ വളരെ വിശദമായി തന്നെ നമ്മൾ പൊതുസമൂഹത്തിനോട് പറയാറുണ്ട്. പക്ഷെ ഞങ്ങൾ ഈ ഗവൺമെന്റിനോട് പറയും, ഞങ്ങൾക്കറിയാം, ഞങ്ങൾ ഈ ജാഥയിൽ ഒരു സ്ഥലത്തും നമ്മൾ ഏറ്റവും അനുഭവിക്കുന്ന, സർക്കാർ ജീവനക്കാർ ഏറ്റവും അനുഭവിക്കുന്ന പ്രശ്നമാണ് DA. അറിയാമല്ലോ, 18% DA എന്ന് പറഞ്ഞാൽ ചെറിയ തുകയല്ല. സാധാരണ ഒരു ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരന് കിട്ടാവുന്ന ശമ്പളത്തിന്റെ 4/1 തുകയും ഗവൺമെന്റ് കഴിഞ്ഞ 3 വർഷമായി തരുന്നില്ല. അത് പതുക്കെ പതുക്കെ ഇപ്പൊ അതിന്റെ 25% എത്തി. 18% 22% ആ വർധനവെത്തി. ജീവനക്കാരുടെ ശമ്പളം ഉയരുന്നതോടൊപ്പം കൂടും. എന്നാലും ഉയർന്ന ശമ്പളക്കാരുടെ പ്രശ്നമല്ല, നമുക്ക് താഴെ തട്ടിൽ നമ്മളെ പോലുള്ള നോൺ ഗസറ്റഡ് ജീവനക്കാരുടെ ശമ്പളത്തിനെ സംബന്ധിച്ച്, അവരുടെ ജീവിതാവസ്ഥയെ സംബന്ധിച്ച് വളരെ മോശമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പക്ഷെ ഞങ്ങൾ അതിനേക്കാളും കൂടുതൽ ഉന്നയിക്കുന്നത് ഗവൺമെന്റ് നമ്മളോടുള്ള സമീപനത്തിൽ, UDFന്റെ സമീപനം ഗവൺമെന്റ് ജീവനക്കാരോട് ഈ സർക്കാർ കാണിക്കരുത്, അവരുടെ വേതന വ്യവസ്ഥകൾ കാണിക്കരുത്. ശമ്പളം നൽകുന്നത് കൊണ്ട് മാത്രമല്ല സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതി മോശമാവുന്നത്. ശമ്പളം നൽകുന്നതുകൊണ്ട് മാത്രമല്ല സാമ്പത്തിക സ്ഥിതി മോശമാവുന്നത്. വ്യക്തമായ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് പറയാൻ കഴിയും. സാമ്പത്തിക സ്ഥിതിയുമായി ബന്ധപ്പെട്ട് മറ്റു ധാരാളം ഘടകങ്ങളുണ്ട്. ആ ഘടകങ്ങളെല്ലാം പരിശോധിക്കുമ്പോൾ സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം നൽകുന്നതുകൊണ്ട് പൊതുസമൂഹത്തിന് മേന്മയേ ഉള്ളൂ. ഞങ്ങൾ സ്ഥിരമായി പറയുന്നൊരു വാചകമുണ്ട്, ചിലപ്പോൾ അത് അല്പം മോശമായി തോന്നിയാറുണ്ട്. ചില ആൾക്കാർ പറയാറുണ്ട്, ഞങ്ങളാരും പണം ബാങ്കിലിടാനല്ല ശമ്പളമായി വാങ്ങുന്നത്. പച്ചക്കറിക്കടക്കാരന് കൊടുക്കാൻ, പാൽക്കാരന് കൊടുക്കാൻ, കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ട്യൂഷൻ മാസ്റ്റർക്ക് കൊടുക്കാൻ, സ്കൂളുകളിൽ ചിലപ്പോൾ മറ്റേതെങ്കിലും സ്വകാര്യ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് അവിടെ ഫീസ് കൊടുക്കാൻ, പിന്നെ അത്യാവശ്യം ചികിത്സാ ചെലവുകൾക്കും, നമ്മുടെ കുടുംബത്തിന്റെ ചികിത്സാ ചെലവുകൾക്കും, അച്ഛനമ്മയുടെ കുടുംബ ചികിത്സാ ചെലവുകൾക്കും വേണ്ടി മാത്രമാണ് നമ്മുടെ ഈ. അതല്ലാതെ ഒരു നയാ പൈസ മിച്ചം വയ്ക്കാൻ കഴിയുമെന്ന് ഒരു സാഹചര്യമല്ല ഇന്നുള്ളത് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ അധികമായി ശമ്പളമാണ് ജീവനക്കാർക്ക് നൽകുന്നു എന്ന് പറയുന്ന ചില വാദഗതികളെ പ്രോത്സാഹിപ്പിക്കുന്ന നയം അല്ലെങ്കിൽ അത്തരം ഇടപെടലുകൾ ഏതെങ്കിലും ഭാഗത്തുനിന്ന് ഉണ്ടാകുകയാണെങ്കിൽ, അങ്ങനെ ഉണ്ടാകുന്നത് ഞാൻ കരുതുന്നില്ല, എന്നാൽ അത്തരം വാർത്തകൾ വരുന്നതുകൊണ്ടാണ് പറഞ്ഞത്. അത് ഇതോടുകൂടി അവസാനിപ്പിക്കണം. സിവിൽ സർവീസ് നിലനിൽക്കേണ്ടത് നമ്മുടെ കേരളത്തിലെ സംസ്ഥാനത്തിന്റെ സാമൂഹ്യ പുരോഗതിക്കും ഇന്ന് വരെ നേടിയ നേട്ടങ്ങൾക്കും വേണ്ടിയാണ് എന്നുള്ള കാര്യം വളരെ വ്യക്തമായി ഓർമ്മിപ്പിക്കാനാണ്. ധാരാളം വിഷയങ്ങൾ അഴിമതി നമ്മളുടെ പ്രധാനപ്പെട്ട വിഷയമായി ഉന്നയിക്കുന്നു. നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു, ഒരു ന്യൂനപക്ഷം പണം കിട്ടിയാലേ, പാരിതോഷികം കിട്ടിയാലേ ഒരു പേപ്പർ അനക്കൂ എന്ന് പറയുന്ന ഒരു ന്യൂനപക്ഷം ഞങ്ങളുടെ ഇടയിലുണ്ട്. അത് വളരെ ശക്തമായി തന്നെ അതിനെതിരെ പ്രചരണവും ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. 1986 സഖാബ് MNVG അടിയോടിയും സഖാബ് N അനന്തകൃഷ്ണനും ഞങ്ങൾ ഇപ്പോൾ നടക്കുന്ന വഴിയിലേ സഞ്ചരിച്ചിരുന്നു. അന്ന് ഇത്രയും ശക്തിയൊന്നുമില്ല. ആലോചിക്കണം, ഇത്രയും വണ്ടിയില്ല, ഇത്രയും വാഹനങ്ങളില്ല, ഇത്രയും സംവിധാനങ്ങളില്ല, ഇത്രയും ആൾക്കാരില്ല. അവർ 10-15 പേർ നടന്ന് പ്രസംഗിച്ചു, അഴിമതിക്കെതിരെ പ്രസംഗിച്ചു. സർക്കാർ ജീവനക്കാരിൽ ഏതെങ്കിലും ഇത്തരത്തിൽ പുഴുക്കൂത്തുകൾ ഉണ്ടെങ്കിൽ അവരെ പുറത്താക്കുമെന്ന് പ്രസംഗിച്ചു. ഞങ്ങൾ ആ ആശയധാരയുമായിട്ടാണ് കഴിഞ്ഞ 86 മുതൽ 23 വരെ ഇങ്ങനെ നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ കാലഘട്ടത്തിന്റെ ചരിത്രം, ജോയിന്റ് കൗൺസിലിന്റെ ചരിത്രം ഒന്നൊന്നായി പരിശോധിച്ചാൽ അഴിമതിക്കെതിരെ ജോയിന്റ് കൗൺസിൽ നടത്തിയ പോരാട്ടങ്ങളുടെ നീണ്ട ഒരു ചരിത്രം നിങ്ങൾക്ക് കാണാൻ കഴിയും. അടുത്ത കാലത്ത് നിങ്ങൾക്ക് ജീവനക്കാർക്ക് അറിയാം, പൊതുസമൂഹത്തിന് അറിയില്ല. ഞങ്ങൾ സർക്കാർ ഓഫീസിന്റെ ഓഫീസർമാരുടെ മുകളിൽ ഒരു പോസ്റ്റർ ഒട്ടിച്ചു, ഒരു സ്റ്റിക്കർ ഒട്ടിച്ചു, അഴിമതിക്കാരെ ഒറ്റപ്പെടുത്തുക. ഇവിടെ ഷാനവാസ് എത്രയോ സ്ഥലങ്ങളിൽ ഒട്ടിച്ചു, ഉണ്ണികൃഷ്ണൻ ഒട്ടിച്ചു, നാരായണ കുഞ്ഞിക്കുന്നത്ത് ഒട്ടിച്ചു. ഇവരെല്ലാം ഓരോരോ സ്ഥലങ്ങളിൽ ചെന്ന പോസ്റ്റർ ഒട്ടിച്ചിട്ട് പറഞ്ഞു, അഴിമതിക്കാരുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റപ്പെടുത്തണം, നിങ്ങളെല്ലാവരും വിസിൽ ബ്ലോവേഴ്സ് ആവണം. അഴിമതിക്കാരെ ചൂണ്ടിക്കാണിക്കാനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വം നമുക്കാണ്. നമ്മളെ ഇടയിൽ ഒരാൾ അങ്ങനെ ഉണ്ടായാൽ അത് നമ്മളെ ആകെ ദുഷിപ്പിക്കും. പാല് ഒരു തുള്ളി വിഷം പോയാൽ മതി, ആ പാലാകെ ചീത്തയാകുമെന്ന് പറയുന്നത് പോലെ അഴിമതി ഒരു ഓഫീസിനകത്ത് ഒരാൾ ചെയ്താൽ മതി, ആ ഓഫീസിലെ മുഴുവൻ പേർക്കും അഴിമതിക്കാരായി ചിത്രീകരിക്കപ്പെടും. ഞങ്ങൾ ആ ക്യാമ്പയിൻ ആരംഭിച്ചു. അതിന് 2 കൊല്ലം മുമ്പ് ഇപ്പോഴും തുടരുന്നു. ഞങ്ങൾ പ്രധാനപ്പെട്ട ഓഫീസുകൾക്ക് മുന്നിൽ ധ്വനി എന്നൊരു ബോക്സ് സ്ഥാപിച്ചു. ബോക്സ് സ്ഥാപിച്ച മറ്റൊന്നിനും വേണ്ടിയല്ല, അവിടെ ഏതെങ്കിലും പരാതികൾ വരികയാണെങ്കിൽ, ഏതെങ്കിലും ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് പരാതി ഉണ്ടെങ്കിൽ, ആ ഓഫീസ് കൂടുതൽ മെച്ചപ്പെടണമെന്നുണ്ടെങ്കിൽ അവിടെ കൊണ്ട് പരാതി എഴുതിയിടാൻ പറഞ്ഞു. നമ്മൾ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ് ഈ പ്രവർത്തനങ്ങൾ. ഈ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന മറ്റൊന്നും കൊണ്ടല്ല, പതുക്കെ പതുക്കെ ആരെങ്കിലുമൊക്കെ അങ്ങനെ എവിടെയെങ്കിലും ഇനിയും അവശേഷിക്കുന്നുണ്ടെങ്കിൽ അവരെങ്കിലും മനം മാറി സത്യസന്ധമായി ജീവിക്കാൻ പഠിക്കട്ടെ എന്ന് ഉദ്ദേശിച്ചു മാത്രമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ പല പ്രാവശ്യം പല സ്ഥലങ്ങളിലും പറഞ്ഞും പ്രചരിപ്പിച്ചും മുന്നോട്ട് പോയപ്പോൾ ഞങ്ങൾ മറ്റൊരാശയമായി വന്നു, ജനങ്ങളും ജീവനക്കാരും ഒന്നിക്കണം. മഹത്തായ ആശയമാണ്. സമൂഹത്തിനകത്തുള്ള ഒരു പരിച്ഛേദം മാത്രമാണ് സർക്കാർ ജീവനക്കാർ. ഇവിടെ ഉണ്ടാകുന്ന എല്ലാ ഇത്തരം ഇടപെടലുകൾക്കും സമൂഹവും കുറ്റവാളിയാണ്. ആരും പൈസ കൊടുത്തില്ലെങ്കിൽ ആരും പൈസ വാങ്ങില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത്,
കൈക്കൂലി നൽകുന്നതും വാങ്ങുന്നത് പോലെ കുറ്റകരമാണ്. അത് തിരിച്ചറിയണ്ടേ? സമൂഹം തിരിച്ചറിയണം. അത് സമൂഹം തിരിച്ചറിയണം. ആ സമൂഹം തിരിച്ചറിഞ്ഞ് അതിനകത്തൊരു തിരുത്തൽ വരുത്തണം. സർക്കാർ സർവീസിനകത്ത് മാത്രമല്ല അഴിമതി, പൊതു ഖജനാവിൽ നിന്നും ചെലവഴിക്കുന്ന ഓരോ നയാ പൈസയും സോഷ്യൽ ആഡിറ്റിങ്ങിന് വിധേയമാക്കണം എന്ന് നമ്മൾ ശക്തമായി ഈ ജാഥയിൽ ഉന്നയിക്കുന്നുണ്ട്. ധാരാളം കാരണങ്ങളുണ്ട്. ഇവിടെ താനൂർ മുതൽ തിരൂർ വരെ റോഡ് പണിതാൽ അതിന് എത്ര രൂപ ചെലവഴിച്ചു, എത്ര കാലഘട്ടമാണ് അതിനെടുത്തത്, അതിന് എത്ര കാലഘട്ടത്തെ അതിന് ആ ഗുണമേന്മ നിലനിൽക്കും, അല്ലെങ്കിൽ അതിന് കാലാവധിയുണ്ട്, ആ റോഡിന് കാലാവധിയുണ്ട് എന്നറിയാൻ നികുതിദായകരായ നമുക്ക് അവകാശമുണ്ട്. അത് ഈ രാജ്യത്ത് നടപ്പിലാക്കി, സംസ്ഥാനം നടപ്പിലാക്കണ്ടേ? ഏറ്റവും വികസനാത്മകമായ പരിഷ്കൃതമായ ഒരു സമൂഹം എന്ന രീതിയിൽ ജനങ്ങളുടെ നികുതി പണം എങ്ങനെ, എവിടെ, എത്തരത്തിൽ ചെലവഴിക്കുന്നു എന്ന് അറിയാനുള്ള ഒരു അവകാശവും നമുക്കുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ആ ഡിമാൻഡ് ഉന്നയിക്കുന്നത്. ഇതിനോടൊപ്പമാണ് ഇപ്പോൾ ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ട പങ്കാളിത്ത പെൻഷൻ, നമ്മുടെ ഒന്നാമത്തെ ഡിമാൻഡ്. പെൻഷൻ ഇല്ലാത്ത അവസ്ഥയെ സംബന്ധിച്ച് പറഞ്ഞു, ഒരു അധ്വാനിക്കുന്ന അധ്വാന വർഗത്തിനും ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തതാണ് പെൻഷൻ ഇല്ലായ്മ. അവൻ ജീവിതത്തിന്റെ വാർദ്ധക്യകാലം വരെ ഒരു സർവീസിൽ, ഒരു ഫാക്ടറിയിൽ അല്ലെങ്കിൽ ഒരു സർക്കാർ ഓഫീസിൽ ജോലി ചെയ്ത് കഴിഞ്ഞാൽ അവന്റെ വാർദ്ധക്യകാലം സുരക്ഷിതമാക്കേണ്ട കടമ തൊഴിൽ ദാതാവിനാണ്, തൊഴിലുടമയ്ക്കാണ്. അത് ഞങ്ങളാരും പറഞ്ഞതല്ല. അത് മാനവികതയുടെ വളർച്ചയ്ക്കനുസരിച്ച്, ജനാധിപത്യത്തിന്റെ വളർച്ചയ്ക്കനുസരിച്ച് ഭരണകൂടങ്ങൾ തീരുമാനിക്കപ്പെട്ടതാണ്. അത് ഇന്ത്യൻ സുപ്രീം കോടതി വളരെ വ്യക്തമായി എഴുതി വെച്ചിട്ടുള്ളതാണ്. ആ നയം 1990 മുതൽ രാജ്യത്തില്ലാതായി. 2004 എ വി വാജ്പേയി ഗവൺമെന്റ് ആയിരുന്നപ്പോൾ അത് രാജ്യത്ത് നടപ്പിലാക്കി. അത് വീണ്ടും ഏറ്റെടുത്ത് നരസിംഹ റാവുവും മൻമോഹൻ സിംഗും ഉൾപ്പെടെയുള്ളവർ അത് തീവ്രമായി നടപ്പിലാക്കി. എല്ലാ സംസ്ഥാനങ്ങളിലും പങ്കാളിത്ത പെൻഷൻ നടപ്പിലാക്കി. കേരളത്തിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ ശ്രീ ഉമ്മൻചാണ്ടി ആ നയത്തിന്റെ വ്യക്തമായതുകൊണ്ട് പങ്കാളിത്ത പെൻഷൻ നടപ്പിലാക്കി. അത് വലതുപക്ഷ സാമ്പത്തിക നയമാണ്. ആ സാമ്പത്തിക നയം നമ്മുടെ രാജ്യത്തെ തൊഴിലാളികളെ, അവരുടെ സേവനങ്ങളെ എങ്ങനെ ഇല്ലാതാക്കുമെന്ന് നമ്മുടെ രാജ്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. മറ്റ് പല വലതുപക്ഷ സംസ്ഥാനങ്ങളും ആ പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ചുകൊണ്ട് പുതിയ പെൻഷനിലേക്ക്, പഴയ പെൻഷനിലേക്ക് മാറിക്കഴിഞ്ഞു. ആ വലതുപക്ഷ സാമ്പത്തിക നയം തിരുത്തണമെന്ന് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാർട്ടി കോൺഗ്രസ് വളരെ ശക്തമായ നിലയിൽ ഉന്നയിച്ചു. ഇന്ത്യയിലെ ഏറ്റവും വലിയ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനമായ ആൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് നിരന്തരമായി ആ സമരം ഏറ്റെടുക്കുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ ട്രേഡ് യൂണിയനിൽ ഒന്നായ CITU ആ നിരന്തരമായ ആ പ്രക്ഷോഭങ്ങളിൽ ഏർപ്പെടുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് അവരുടെ പാർട്ടി യോഗങ്ങളിലും ആ യോഗങ്ങളിലൊക്കെ പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ച് പഴയ പെൻഷൻ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രമേയങ്ങൾ പാസാക്കുന്നു. എങ്കിൽ പിന്നെ കേരളത്തിൽ നിന്നും ഉണ്ടായിക്കുക. കേരളം ലോകത്തിൽ തന്നെ മാതൃകയായി നേരത്തെ ഒരു ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റാണ്. ഇടതുപക്ഷ നയം ശക്തമായി നടപ്പിലാക്കേണ്ട ഒരു ഗവൺമെന്റ് ഇക്കാര്യത്തിൽ കാണിക്കുന്ന ഉദാസീനത അല്ലെങ്കിൽ മൗനം, അത് അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് 2012 മുതൽ ഞങ്ങൾ ആരംഭിച്ച സമരം ഇന്നും ഒരു ഇഞ്ച് പിന്നോട്ട് പോകാതെ മുന്നോട്ട് പോകുന്നത്. ജീവനക്കാർ ഉപയോഗിച്ച് മാത്രം, ജീവനക്കാരുടെ പ്രക്ഷോഭങ്ങൾ മാത്രമല്ല, അവസാന നിയമ പോരാട്ടത്തിൽ നിങ്ങൾ അല്പം മുമ്പ് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടു. സുപ്രീം കോടതി അതിന്റെ സുപ്രധാനമായ വിധി, വിവരാവകാശ നിയമത്തിന് അന്തസ്സത്തെ ഉയർത്തിക്കൊണ്ടുള്ള സുപ്രധാനമായ വിധിയിലൂടെ ആ റിപ്പോർട്ട് പുറത്ത് ആൾക്കാർ പറയുന്നു, എന്ത് റിപ്പോർട്ട് പുറത്തുവിട്ടിട്ട് ഉള്ളി തൊലിച്ചതുപോലെ. ചില ആൾക്കാരുടെ പ്രചരണമാണ് ഉള്ളി തൊലിച്ചതുപോലെ. തന്നെ ഉള്ളി തൊലിച്ചതുപോലെ തന്നെ ഞങ്ങൾ കണ്ടല്ലോ. ഇത്രയും കാലം ഇവിടെ പ്രചരിപ്പിക്കപ്പെട്ടത് എന്താണ്? ചില നിയമങ്ങൾ, ചില അതോറിറ്റികളുടെ ചില നിയമങ്ങൾ, ഞാൻ വാക്കുകളൊന്നും പറയുന്നില്ല, ആ വാക്ക് വൃത്തികെട്ട വാക്കായി ഇപ്പോൾ പലരും പറഞ്ഞു കഴിഞ്ഞു. ആ വാക്ക് പോലും വൃത്തികെട്ട വാക്കുകളായത്. അങ്ങനെ ചില ആ അതോറിറ്റികൾ പിരിച്ച് ആ അതോറിറ്റികൾ മാറിയാലേ പെൻഷൻ പിൻവലിക്കാൻ, പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കാൻ കഴിയുള്ളൂ. വളരെ വ്യക്തമല്ലേ റിപ്പോർട്ടിനകത്ത്? ആലോചിച്ച് നോക്കണം. രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും ഹിമാചൽ പ്രദേശ് ഉൾപ്പെടെയുള്ള 5 സംസ്ഥാനങ്ങളിൽ പിൻവലിക്കുന്നതിന് മുമ്പ് പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കാൻ എന്തെങ്കിലും സാധ്യതയുണ്ട് എന്ന് രാജ്യം ചർച്ച ചെയ്യുന്നതിന് മുമ്പ് 2 കൊല്ലം മുമ്പ് തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പോലും പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുന്നതിന് ഒരു നിയമപരമായ തടസ്സവുമില്ല എന്ന് വ്യക്തമായ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് മാത്രമാണോ? 2040 വരെ ഈ ഗവൺമെന്റിന് അതിൽ നിന്ന് ഒരു നേട്ടവും ഉണ്ടാകില്ല എന്ന് വളരെ വ്യക്തമായി ആ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2040 വരെ ഒരു നേട്ടവും ഉണ്ടായില്ലെങ്കിൽ 2040 വെള്ളപ്പൊക്കം ഉണ്ടാകുമെന്ന് വിചാരിച്ച് ഇന്ന് ഞാനും നിങ്ങളൊക്കെ മുണ്ടുപൊക്കി നടക്കേണ്ടതുണ്ടോ? ഒരു കാര്യമേ ഇല്ല. അതിന് ധാരാളം പറയും. സാമ്പത്തിക വിദഗ്ധന്മാർ പറയുന്നത് 2040 ശേഷം ഉണ്ടാകും. നമ്മളെ ലോകം എങ്ങനെയെല്ലാം മാറാൻ പോകുന്നു. ഇവിടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉൾപ്പെടെ വരാൻ പോകുന്നു. സിവിൽ സർവീസിനകത്ത് എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാകാൻ പോകുന്നു. ഈ മാറ്റങ്ങളൊക്കെ 2030 വരെ ഇതുപോലെ തുടരും, 2040 വരെ ഇതുപോലെ തുടരുമെന്ന് പറയാൻ കഴിയുമോ?
സ്വാഭാവികമായി അന്നന്നത്തെ പ്രശ്നങ്ങളിൽ പരിഹാരം ഉണ്ടാക്കി ഒരു മുന്നോട്ട് പോവുക, രാജ്യത്തെ തൊഴിലാളികൾക്കും അധ്വാനിക്കുന്ന വിഭാഗത്തിനും മാന്യമായി ജീവിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഒരു ഇടതുപക്ഷ സർക്കാരിന്റെ കടമ എന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. അവിടെ ഈ സർക്കാരിന് തെറ്റുപറ്റി. ഞങ്ങൾ കൃത്യമായി പറയുന്നു, പങ്കാളിത്ത പെൻഷൻ വിഷയത്തിനകത്ത് ഈ സർക്കാരിന് തെറ്റുപറ്റി, അത് തിരുത്തണം. വളരെ ശക്തമായി തന്നെ ഞങ്ങൾ പറയുന്നു. പുതിയ മന്ത്രിസഭാ ഉപസമിതി നിലവിൽ വന്നിട്ടുണ്ട്. മന്ത്രിസഭാ ഉപസമിതി കുറച്ചുകൂടി പുരോഗമനാത്മകമായി ഈ റിപ്പോർട്ട് പഠിച്ചുകൊണ്ട് ഡിസംബർ 7-ാം തീയതി ഞങ്ങൾ അവിടെ എത്തുന്നതിന് മുമ്പ് എന്ന് ഞങ്ങൾ പറയുന്നില്ല, അന്ന് അതിനു മുമ്പെങ്കിലും ഇതിന് പഠിക്കാൻ തയ്യാറായി തുറന്ന ചർച്ച നടത്തിക്കൊണ്ട് ഈ പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ച് പഴയ പെൻഷൻ പുനഃസ്ഥാപിക്കണം. ഇപ്പോൾ മാധ്യമങ്ങളിൽ പുതിയ പുതിയ കണക്കുകൾ വന്നു തുടങ്ങി. ഇന്നലെ വരെ നമുക്ക് അനുകൂലമായി എഴുതിയൊരു പതുക്കെ ഏതെങ്കിലും സ്വാധീനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പെൻഷൻ കൊടുക്കുന്നതിന്റെ കണക്കുകൾ, കിട്ടാത്തതിന്റെ കണക്ക്, അങ്ങനെ പല കണക്കുകൾ നിങ്ങളുടെ മുന്നിൽ പല കണക്കുകളും വരും. പക്ഷെ എന്തൊക്കെ കണക്കുകൾ അവതരിപ്പിച്ചാലും ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ, സർക്കാർ ജീവനക്കാർക്ക് പെൻഷൻ പറ്റിയാൽ പെൻഷൻ നൽകണം. ആ ഉത്തരവാദിത്വം നിർവഹിക്കാൻ ഭരണകൂടങ്ങൾ തയ്യാറാകണം. അത് പ്രത്യേകിച്ച് ലോകത്ത് തന്നെ ഏറ്റവും മാതൃകാപരമായ ഭരണം നടത്തുന്ന ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് അതിൽ നിന്ന് വിട്ടുവീഴ്ച ഉണ്ടാകരുത് എന്ന് മാത്രമാണ് ഞങ്ങൾ ഈ ജാഥയിലൂടെ ഉടനീളം പറയുന്നത്. ജാഥയ്ക്ക് ലഭിച്ച സ്വീകരണങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ എല്ലാവരും കണ്ടു കഴിഞ്ഞാണ്. പൊതുസമൂഹം ആകെ ഞങ്ങളെ സ്വീകരിക്കുന്നു. പത്രമാധ്യമങ്ങളെല്ലാം ഞങ്ങളെ കാണാൻ വരുന്നു. ഞങ്ങൾ പറയുന്നതിൽ സത്യമുണ്ട് എന്ന് ലോകം തിരിച്ചറിയുന്നു. സർക്കാർ ജീവനക്കാർ പറയുന്നതിൽ സത്യമുണ്ട് എന്ന് ലോകം തിരിച്ചറിയുന്നു, സമൂഹം തിരിച്ചറിയുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ പറയുന്നത്, നിങ്ങൾ ഇവിടെ നിന്ന് താനൂരിൽ നിന്ന് തിരൂരിലേക്ക് അല്ലെ, താനൂരിൽ നിന്ന് തിരൂരിലേക്കും നാളെ പിന്നെ മലപ്പുറത്ത് നിന്ന് മഞ്ചേരിയിലേക്കും നടന്നു നീങ്ങുമ്പോൾ ഈ രണ്ട് കേവലമായ 10, 30, 40 കിലോമീറ്ററിലെ ജനങ്ങൾ മാത്രമല്ല, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ജനങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് മലപ്പുറത്തെ ജനത എങ്ങനെ ഈ ജാഥയെ സ്വീകരിച്ചു എന്ന്. നിങ്ങൾ നടന്നു നീങ്ങുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ഒരു ആവേശം, അത് സൃഷ്ടിക്കുന്ന അലയലി ഇവിടെ മുതലല്ല അങ്ങ് പാറശാല വരെ മുതൽ മഞ്ചേശ്വരം വരെയുള്ള ജീവനക്കാരുടെ അലയടിക്കും. അതുകൊണ്ട് ആഹ്ലാദത്തോടുകൂടി വിശ്വാസത്തോടുകൂടി നമ്മുടെ വിളിക്കുന്ന മുദ്രാവാക്യം ഉറക്കെ വിളിച്ചുകൊണ്ട് ഈ ജാഥയിൽ അനുഗമിക്കുവാൻ നിങ്ങളെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ ഈ ജാഥയ്ക്ക് നിന്ന് സ്വീകരണത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.